എല്ലാവർക്കും നമസ്കാരം. സംസ്കൃത പഠനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സഹസ്രനാമ പഠനമാണ്, വിഷ്ണു സഹസ്രനാമ പഠനമാണ്. അതിൽ 49 ശ്ലോകങ്ങൾ കഴിഞ്ഞ് ഇനി 50-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. അപ്പം 50-ാമത്തെ ശ്ലോകം നോക്കാം. സ്വാപന സ്വവശ വ്യാപീ നൈകാത്മാ നൈകകർമ്മകൃത് വത്സര വത്സല വത്സീ രത്നഗർഭ ധനേശ്വര സ്വാപന 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 സ്വവശ. കൂടുന്ന സമയത്ത് അവിടെ വിസർഗം സകാരത്തിനോട് ചേർന്ന് അപ്പൊ അവിടെ സകാരായി മാറിയിട്ട് സ എന്ന് സകാരം രട്ടിച്ചു വരും. സ്വാപന സ്വവശോ, സ്വവശ എന്നുള്ളത് സ്വവശോ എന്നാവും. സ്വാപന സ്വവശോ. പിന്നെ വ്യാപി, സ്വാപന സ്വവശോ വ്യാപി. സ്വാപന സ്വവശോ വ്യാപി. സ്വാപന സ്വവശോ വ്യാപി. നൈകാത്മാ 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 നൈകകർമ്മകൃത് നൈകകർമ്മകൃത് നൈകാത്മാ നൈകകർമ്മകൃത്. അത് മലയാളികളാകുമ്പോൾ കൃൽ എന്നൊക്കെ വായിക്കും. നൈകാത്മാ നൈകകർമ്മകൃത്. നൈകാത്മാ നൈകകർമ്മകൃത്. നൈകാത്മാ നൈകകർമ്മകൃത്. സ്വാപന സ്വവശോ വ്യാപി നൈകാത്മാ നൈകകർമ്മകൃത്. വത്സര, അത് വത്സല വത്സര എന്ന് പറയും. വത്സര എന്നാണ് ആദ്യത്തേത്. വത്സര വത്സല. വാത്ത് സ ര വിസർഗം വത്സര. അത് വിസർഗം പോകാനായിട്ട് വത്സരോ എന്നാവും. പിന്നെ വത്സല, അതും ഈ പറഞ്ഞ പോലെ വിസർഗം പോകാനായിട്ട് വത്സലോ എന്നാവും. വത്സ തീസ് ആ വത്സ. അത് മലയാളികൾ ചെല്ലുമ്പോഴാണ് എൽ വത്സല എന്നൊക്കെ ആവുക. പിന്നെ വത്സര വത്സര വത്സല എന്നൊക്കെ ആവുക. അങ്ങനെയാണ് ശരിക്കും വത്സര വത്സല എന്നൊക്കെയാണ് സംസ്കൃതത്തിന് കണക്കിന് ചെല്ല. വത്സരോ വത്സലോ. പിന്നെ വത്സി, വാത്ത് സി വത്സി. വത്സരോ വത്സലോ വത്സി. വത്സരോ വത്സലോ വത്സി. വത്സരോ വത്സലോ വത്സി. രത്നഗർഭ എന്നുള്ളത് രത്നഗർഭോ എന്നാവും. രത്നഗർഭോ ധനേശ്വര. രത്നഗർഭോ ധനേശ്വര. രത്നഗർഭോ ധനേശ്വര. വത്സരോ വത്സലോ വത്സി. രത്നഗർഭോ ധനേശ്വര. സ്വാപന സ്വവശോ വ്യാപി നൈകാത്മാ നൈകകർമ്മകൃത്. വത്സരോ വത്സലോ വത്സി. രത്നഗർഭോ ധനേശ്വര. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. സ്വാപന
എന്നാണ് ആദ്യത്തേത്. സ്വാപന, അത് അകാരാന്തായിട്ടുള്ള രൂപം. അപ്പൊ സ്വാപനായ എന്ന് വരും. സ്വാപനായ. സ്വാപന. അപ്പോ സു ആപന, സു ആപത്തിലേക്ക് നയിക്കുന്ന, അതായത് ശരിക്കും സ്വപ്നം എന്നുള്ളതിൻ്റെ തന്നെയാണ് സു ആപ നയിക്കുക. അത് സ്വപ്നത്തിലേക്ക് കൊണ്ടുപോവുക, സ്വപ്നത്തിലേക്ക് ആൾക്കാരെയൊക്കെ സ്വപ്നത്തിലേക്ക് കയറ്റി വിടുകയെന്നോ തള്ളി വിടുകയെന്നോ ഒക്കെ ചെയ്യുന്ന ആ ആള്. കാരണം ശരിക്കും ഈ ലോകം എന്നൊക്കെ പറയുന്നത് ഒരു മായയാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഒക്കെ മായയാണ്. എല്ലാ മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും ഒരു സ്വപ്നത്തിലേക്ക് തള്ളിവിടുക, അങ്ങനെ ചെയ്യുന്ന ആള്, അതാണ് സ്വാപന. അതിലേക്ക് നയിക്കുന്നയാള് സ്വാപന. പിന്നെ സ്വവശ. സ്വവശ, സ്വന്തം വശം. വശം എന്ന് പറഞ്ഞാല് ഈ കൈവശം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് വശം. വശത്തില്, സ്വന്തം വശത്തില് എന്നുള്ള അർത്ഥം. സ്വവശം, സ്വവശ. എന്താണ് ഈ സ്വവശ എന്ന് പറഞ്ഞാല് സ്വന്തം വശത്തിലേക്ക്. സ്വന്തം വശത്തിൽ, എൻ്റെ കൈവശം എന്ന് പറഞ്ഞാൽ എന്താ? കൈവശം ആയിട്ടുള്ളത് എൻ്റെതാണ്. അപ്പൊ അതിനെ കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പൊ അതേപോലെ തന്നെ സ്വന്തം നിയന്ത്രണത്തില് എന്നർത്ഥം സ്വവശ. അപ്പം എല്ലാ കാര്യങ്ങളും സ്വന്തം നിയന്ത്രണത്തിലുള്ള ആള് ആണ് സ്വവശ. സ്വവശ, അത് സ്വവശായ എന്ന് വരും. അകാരാന്താണ്. അപ്പൊ സ്വവശായ, സ്വവശായ നമ. അപ്പൊ സ്വാപനായ നമ, സ്വവശായ നമ. സ്വാപനായ നമ, സ്വവശായ നമ. അങ്ങനെ രണ്ട് രൂപങ്ങൾ വരും. സ്വാപന, സ്വവശ. സ്വാപനായ നമ, സ്വവശായ നമ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ സ്വാപന സ്വവശോ വ്യാപി എന്നാണ്. വ്യാപി, വ്യാപി എന്നർത്ഥം. വ്യാപി എന്നുള്ളത് വ്യാപി, വ്യാപിനോ, വ്യാപിന എന്ന് നകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ അത് വ്യാപിനെ എന്നാണ് ചതുർത്ഥി വരിക. വ്യാപിനെ, വ്യാപിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെ. വ്യാപിക്കുന്നവൻ, എല്ലാ സ്ഥലത്തും വ്യാപിക്കുന്നവൻ, വ്യാപിച്ചിട്ടുള്ള ആള് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ആ വ്യാപി എന്നുള്ള രൂപം. പിന്നെ നൈക ആത്മാ. നൈക ആത്മാ, ആത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പോ നൈകാത്മാ, അത് ആത്മാ എന്നുള്ളത് സ്വതവേ തന്നെ നകാരാന്താണ്. അപ്പൊ അതേപോലെ തന്നെ ആത്മനെ എന്നാണ് ചതുർത്ഥി വരിക. നൈകാത്മനെ എന്ന് വരും. നൈകാത്മനെ നമ. അപ്പൊ അത് എങ്ങനെയാണ് നൈകാത്മനെ എന്ന് പറഞ്ഞാല് ന ഏക ആത്മനെ, അതാണ് നൈകാത്മ. ആത്മാവ്. ഏകാത്മാവ് എന്ന് പറഞ്ഞാൽ ഏകമായിട്ടുള്ള ആത്മാവ്. ഏകമായിട്ടുള്ള ആത്മാവ് അല്ലാത്തവനാവുമ്പോൾ നൈകാത്മാവായി. അപ്പൊ ഇത് നമ്മളിപ്പോ സ്വതവേ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഏകമാണ് എന്നൊക്കെ പറയും. പക്ഷെ ആ പരമാത്മാവ് തന്നെ പല പല ആത്മാവിനെ സ്വീകരിച്ചിട്ട് ഉള്ളത് കൊണ്ട് ആണ് നൈകാത്മനേ നമ എന്ന് വരാം. നൈകാത്മാവ് ആയിട്ടുള്ള പലതരത്തിലുള്ള രൂപങ്ങളോട് കൂടിയിട്ടുള്ള ആള് എന്നർത്ഥം. നൈകാത്മനേ നമ എന്ന് രൂപം. നൈകാത്മനേ നമ. പിന്നെ വ്യാപി, നൈകാത്മ. നൈക കർമ്മകൃത്, ന ഏക കർമ്മകൃത്ത് ആണ് നൈക കർമ്മകൃത്ത്. കർമ്മകൃത്ത്, കൃത്ത് എന്നുള്ളത് ഈ തകാരാന്തായിട്ടുള്ള രൂപം. അപ്പൊ അതിന്റെ ചതുർത്ഥി കൃതേ എന്നാണ് വരിക. കൃതേ. അപ്പൊ കൃതേ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ, കൃത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ. കൃതേ, ചെയ്യുന്നവനായിക്കൊണ്ട്. കർമ്മകൃത്ത്, കർമ്മത്തെ ചെയ്യുന്നവൻ. ഏക കർമ്മകൃത്ത്, ഒരു കർമ്മത്തെ മാത്രം ചെയ്യുന്നവൻ ഏക കർമ്മകൃത്ത്. ന ഏക കർമ്മകൃത്താകുമ്പോ നൈക കർമ്മകൃത്തായി. അതായത് ഒരു കാര്യം മാത്രം ചെയ്യുന്നവനാണ് ഏക കർമ്മകൃത്ത്. ഇതിപ്പോ അങ്ങനെയല്ല, നൈക കർമ്മകൃത്താണ്. ഒരു കാര്യം മാത്രമല്ല ചെയ്യുക, പല കാര്യങ്ങളും ചെയ്യുന്നവൻ
പലതരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവൻ. അതാണ് നൈക കർമ്മകൃത്. അപ്പൊ അത് നൈക കർമ്മകൃതേ എന്ന് വരും. നൈക കർമ്മകൃതേ നമ, സ്വാവനായ നമ, സ്വവശായ നമ, വ്യാപിനേ നമ, നൈകാത്മനേ നമ, നൈക കർമ്മകൃതേ നമ. പിന്നെ അടുത്തത് വത്സര. വത്സര അത് അകാരാന്താണ്. വത്സരായ എന്ന് വരും. വത്സരായ നമ എന്ന് വരും. ഈ വത്സര എന്ന് പറഞ്ഞാല് ഈ സംവത്സര എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സംവത്സര അതിൻ്റെ തന്നെയാണ് വത്സര. ഈ ഇതൊക്കെ വരാനുള്ളൊരു ഭഗവാന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ളൊരു കാരണം വത്സര വസിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. വസിക്കുന്നു. വത്സര എല്ലാ ജീവജാലങ്ങളിലും താമസിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നയാള്, എല്ലാം വസിക്കുന്നവൻ. ഈ കാലം എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു കാലപരിധി ഒന്നും പറയാൻ പറ്റില്ല. അനന്തമായ കാലം, ദീർഘമായിട്ടുള്ള ഈ ആയുസ് എന്നൊന്നും പറയുന്നില്ല, എന്നാലും ആയുസ് ധാരാളമുള്ളവൻ, അനന്തമായ കാലമുള്ളവൻ, വളരെ കാലം നിൽക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ അതാണ് വത്സരായ. ഈ പിന്നെ പശുവായിട്ടൊരു പേര് വത്സരൻ, വത്സൻ, 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 ഗോവത്സം, അതൊക്കെ പറയാലോ. അപ്പോ പശുക്കുട്ടികൾ എന്നുള്ള ഒരു അർത്ഥത്തില് വത്സര. അപ്പോ ആ പശുക്കുട്ടികളെയൊക്കെ വീണ്ടും സ്ഥാപിച്ചയാള്. അത് പല പല ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഈ ഗോപന്മാരിലേക്ക് ഈ പശുവായിട്ട് മാറി ഒക്കെ ഒരു സന്ദർഭം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത എന്നുള്ള ഒരു അർത്ഥത്തിലും ഈ ഒരു അർത്ഥം വത്സര എന്നുള്ളത് വരും. വത്സര, വത്സരായ എന്ന് വരും. വത്സരായ നമ. പിന്നെ വത്സല. വത്സല എന്നുള്ള വാക്കിന് നമുക്ക് ഒരു പൊതുവെ അറിയുന്ന അർത്ഥമാണ് വാത്സല്യം. വത്സല എന്നുള്ളതിന്റെ ഭാവമാണ് വാത്സല്യം. ആ വാത്സല്യമുള്ളയാള്, സ്നേഹമുള്ളയാള്, അതാണ് വത്സല. വാത്സല്യമുള്ളയാള്. അതുപോലെ വത്സല, വത്സല എന്ന് പറയുമ്പോൾ വത്സലായ എന്ന് വരും. അകാരാന്തായിട്ടുള്ള രൂപമാണ് വത്സലായ നമ. അപ്പോ വത്സരോ സ്വാപന സ്വവശോ വ്യാപി നൈകാത്മാ നൈകകർമ്മകൾ വത്സരോ വത്സലോ വത്സി. വത്സി എന്ന് പറഞ്ഞാല് ഈ വത്സൻ, വത്സൻ എന്നൊക്കെ പറയുന്നത് കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ വത്സനോട് കൂടിയവനായി ആണെങ്കിൽ വത്സിയായി, കുട്ടിയോട് കൂടിയവൻ അല്ലെങ്കിൽ കുട്ടികളോട് കൂടിയവൻ ആയ വത്സിയായി. അതായത് പശുക്കുട്ടികളോട് കൂടിയിട്ടുള്ളയാള് എന്നുള്ള അർത്ഥത്തില് വത്സി എന്നുള്ള പറയാം. അതായത് ഈ കാലിക്കൂട്ടങ്ങള്, കന്നുകാലികള്, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിനെയൊക്കെ ധാരാളമായിട്ട് സംരക്ഷിക്കുക ഒക്കെ ചെയ്യുന്ന ആള്. അവനവന്റെ കുട്ടികളെ പോലെ തന്നെ, അല്ലെങ്കിൽ പശുവിന്റെ കുട്ടികളെ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെ അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് പശുക്കുട്ടികളെ നോക്കുന്നയാള് എന്നുള്ള അർത്ഥത്തില് വത്സി എന്നുള്ള പ്രയോഗം. അത് ഈ പറഞ്ഞ പോലെ വത്സി, വത്സിനോ, വത്സിന നകാരാന്തം തന്നെയാണ്. വത്സിനേ എന്ന് വരും. വത്സിനേ നമ. സ്വാപനായ നമ, സ്വവശായ നമ, വ്യാപിനേ നമ, നൈകാത്മനേ നമ, നൈക കർമ്മകൃതേ നമ, വത്സരായ നമ, വത്സലായ നമ, വത്സിനേ നമ. പിന്നെ രത്നഗർഭ. രത്നഗർഭ അകാരാന്താണ്. രത്നഗർഭായ എന്ന് രൂപം വരും. രത്നഗർഭായ നമ. രത്നഗർഭം, രത്നം ഗർഭമായിട്ടുള്ള, അതാണ് ആ പദത്തിന്റെ അർത്ഥം വരിക. രത്നം ഗർഭമായിട്ടുള്ള, അതായത് രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. ശരിക്കും രത്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമ്പത്താണ്. ആ സമ്പത്ത് ഗർഭമായിട്ടുള്ള, അത് ഗർഭമായിട്ടുള്ള എന്ന് പറയാൻ കാരണം അത് അവനവന്റെ ഉള്ളിൽ, ഗർഭം എന്ന് പറഞ്ഞാൽ ഉള്ളിലാണല്ലോ, സമ്പത്ത് ഉള്ളിലുള്ളയാൾ എന്നർത്ഥം. സമ്പത്ത് ധാരാളമായിട്ട് അവനവന്റെ അധീനത്തിലുള്ളത് എന്നാണ് ആ അർത്ഥത്തിൽ. അതിന്റെ അധീനം, തനിക്ക് അധീനമായിട്ടുള്ള സമ്പത്തോടു കൂടിയ ആള്,
അതുപോലെ തന്നെ എല്ലാവർക്കും സമ്പത്ത് എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം തന്നെയാണ് സന്തോഷം. സന്തോഷം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നയാള് എന്നുള്ള അർത്ഥത്തിലും ഈ രത്നഗർഭ എന്നുള്ളത് പറയാം. രത്നഗർഭായ നമഃ. രത്നഗർഭോ ധനേശ്വര. അടുത്തത് ധനേശ്വര എന്നാണ്. ധനസ്യ ഈശ്വര, ധനേശ്വര, ധനത്തിന്റെ ഈശ്വരൻ. പ്രകാരാന്തായിട്ടുള്ള രൂപമാണ്. ധനേശ്വരായ എന്ന് രൂപം കിട്ടും. ധനേശ്വരായ നമഃ. അപ്പൊ ധനത്തിന്റെ ഈശ്വരൻ, അത് നമുക്ക് അറിയുന്ന അർത്ഥം തന്നെ. ധനത്തിന്റെ ഈശ്വരൻ, ധനത്തെയൊക്കെ വേണ്ടതുപോലെ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നയാള് എന്നൊക്കെ ധനേശ്വരൻ, അതാണ് ധനേശ്വരൻ. അപ്പോ സ്വാപനായ നമ, സ്വവശായ നമ, വ്യാപിനേ നമ, നൈകാത്മനേ നമ, നൈക കർമ്മകൃതേ നമ, വത്സരായ നമ, വത്സലായ നമ, വത്സിനേ നമ, രത്നഗർഭായ നമ, ധനേശ്വരായ നമ. ഇത്രയാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. സ്വാപനസ്വവശോ വ്യാപി നൈകാത്മാ നൈക കർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വര. അങ്ങനെ 50 ശ്ലോകങ്ങളായി. ഇനി നമുക്ക് 51-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 51. 50 കഴിഞ്ഞു. ഇനി 51-ാമത്തെ ശ്ലോകം. ധർമ്മഗുപ് ധർമ്മകൃത് ധർമ്മീ സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർവിധാതാ കൃതലക്ഷണ. ധർമ്മഗുപ്, ധർമ്മഗുപ്പ്, പിന്നെ ധർമ്മകൃത്ത്. ധർമ്മഗുപ്പ്, ധർമ്മകൃത്ത്, പിന്നെ ധർമ്മീ, പിന്നെ സത്, അടുത്തത് അസത്. സത് അസത്, സത് അസത്, പിന്നെ ക്ഷരം അക്ഷരം, ക്ഷരം അക്ഷരം, അവിജ്ഞാത, സഹസ്രാംശു, വിധാത, കൃതലക്ഷണ. ഇതാണ് ധർമ്മഗുപ്പ്. ധർമ്മഗുപ്പ് എന്നുള്ളത് അങ്ങനെ വന്നു. പിന്നെ അത് അടുത്ത പദം ധർമ്മകൃത്ത് ആണ്. അപ്പൊ ധർമ്മഗുപ്പ് ധർമ്മകൃത്ത് കൂടി വരുമ്പോൾ ആ ഗുപ്പ് എന്നുള്ള പകാരം ബകാരായിട്ട് മാറും. ധർമ്മഗുബ് എന്നായിട്ട് ധ കൂട്. അപ്പൊ ധർമ്മഗുബ്ധ എന്ന് വരും. ധർമ്മഗുബ് ധർമ്മകൃത്ത്. അടുത്തത് ധർമ്മിയാണ്. അവിടെ അതെ ധർമ്മകൃത്ത് ധർമ്മി കൂടുമ്പോൾ അവിടെ ത് എന്നുള്ളത് ദകാരായിട്ട് ധ ധർമ്മി എന്നാവും. ധർമ്മഗുപ് ധർമ്മകൃത് ധർമ്മി. ധർമ്മഗുപ് ധർമ്മകൃത് ധർമ്മി. ധർമ്മഗുപ് ധർമ്മകൃത് ധർമ്മി. പിന്നെ അടുത്തത് കുറെ പദങ്ങളുണ്ട്. സത് എന്നൊരു പദം, അസത് എന്നുള്ള പദം. അപ്പൊ സത് അസത് കൂടുമ്പോ സത്ത് എന്നുള്ള തകാരം ദ എന്നാകും. സത് അസത്, സദസത് എന്നായി. സദസത്. പിന്നെ ക്ഷരം, സദസത്ത് ക്ഷരം, സദസത് ക്ഷരം. പിന്നെ അടുത്തത് അക്ഷരമാണ്. ക്ഷരം കൂട്ടണം അക്ഷരം. അവിടെ അനുസ്വാരം മകാരായിട്ട് ക്ഷരം അക്ഷരം എന്നാവും. സദസത് ക്ഷരമക്ഷരം, സദസത് ക്ഷരമക്ഷരം. സദസത് ക്ഷരമക്ഷരം. പിന്നെ അടുത്തത് അവിജ്ഞാത, സഹസ്രാംശു, സഹ അവിജ്ഞ താ അവിജ്ഞാത, സഹസ്രാംശു, സഹസ്ര അംശു, അതാണ് സഹസ്രാംശു.
സഹസ്രാംശു അവിജ്ഞാതാ സഹസ്രാംശു അവിജ്ഞാതാ സഹസ്രാംശു അവിജ്ഞാതാ സഹസ്രാംശു. അടുത്തത് വിധാത എന്നാണ്. അപ്പൊ അവിടെ വി ധ എന്നുള്ളത് ഘോഷം, വിധാത. അപ്പൊ സഹസ്രാംശു വിധാത കൂടുമ്പോൾ അവിടെ സഹസ്രാംശു എന്നുള്ള വിസർഗം എന്നായിട്ട് സഹസ്രാംശുർ വിധാത. പിന്നെ അടുത്തത് കൃതലക്ഷണ. കൃതലക്ഷണ വിധാത കൃതലക്ഷണ വിധാത കൃതലക്ഷണ വിധാത കൃതലക്ഷണ. അവിജ്ഞാതാ സഹസ്രാംശുർവിധാത കൃതലക്ഷണ. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മളിപ്പോ 51ാമത്തെ ശ്ലോകത്തിന്റെ തുടക്കം ധർമ്മഗുപ്പ് എന്നാണ്. ധർമ്മഗുപ്പ്. ഇപ്പൊ ഗുപ്പ് ഗുപൗ ഗുപ അങ്ങനെ അത് പകാരാന്തായിട്ടുള്ള രൂപമാണ്. ധർമ്മഗുപ്പ് ധർമ്മഗുപൗ ധർമ്മഗുപ അങ്ങനെയാണ് രൂപം വരിക. അതിന്റെ ചതുർത്ഥി വരിക ധർമ്മഗുപേ എന്നാണ്. പ ഗുപ്പ് ഗുപൗ ഗുപ ഹേ ഗുപ് ഹേ ഗുപൗ ഹേ ഗുപ ഗുപ് ഗുപൗ അല്ലെങ്കിൽ ഗുപം ഗുപൗ ഗുപ ഗുപാ ഗുഭ്യാം ഗുഭി ഗുപേ ഗുഭ്യാം അങ്ങനെ വരും. ഗുപേ എന്നാണ് വരും. ധർമ്മഗുപേ എന്ന് വരും. ധർമ്മഗുപേ നമ ധർമ്മഗുപേ നമ ധർമ്മഗുപേ നമ. അടുത്തത് ധർമ്മകൃത്ത്. ഈ കൃത്ത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കൃത്ത് എന്നുള്ളത് കൃതേ എന്നായിട്ട് വരും. അപ്പൊ ധർമ്മകൃതേ എന്ന് വരും. ധർമ്മകൃതേ നമ ധർമ്മഗുപേ നമ ധർമ്മകൃതേ നമ. പിന്നെ അടുത്തത് ധർമ്മീ എന്നാണ്. ധർമ്മീ. അപ്പൊ ധർമ്മീ എന്ന ദീർഘമുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ കരി കരിണ ഉകരിണ എന്നൊക്കെ പറയുന്ന പോലെ നകാരാന്തായിട്ട് ധർമ്മീ എന്നുള്ളത് വരും. അപ്പൊ ധർമ്മിണേ എന്നാണ് വരിക. ധർമ്മിണേ. കരിണേ എന്നൊക്കെ പറയുന്ന പോലെ ധർമ്മിണേ എന്ന് വരും. ധർമ്മിണേ. അപ്പൊ ധർമ്മഗുപ്പ് ധർമ്മകൃത്ത് ധർമ്മി അതാണ് പറഞ്ഞത്. അപ്പൊ അതിൽ ധർമ്മഗുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മത്തെ ഗോപനം ചെയ്യുന്നയാളാണ് ധർമ്മഗുപ്പ്. ധർമ്മം എന്നുള്ള വാക്കുണ്ടല്ലോ, ധർമ്മത്തെ സംരക്ഷിക്കുക. ധർമ്മത്തെ ഗോപനം ചെയ്യുക. ഗോപനം ചെയ്യുക എന്നാണ് സംരക്ഷിക്കുക. ധർമ്മത്തെ ഗോപനം ചെയ്യുന്നയാള്, ധർമ്മത്തെ സംരക്ഷിക്കുന്നവൻ എന്നർത്ഥം ഉണ്ടല്ലോ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് പറയാറുണ്ടല്ലോ. ധർമ്മത്തിന് എവിടെ ച്യുതി വരുന്നു അവിടെ വരുന്നാണല്ലോ ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ധർമ്മഗുപ്പ് ധർമ്മഗുപ്പേ നമ. പിന്നെ അടുത്തത് ധർമ്മകൃത്ത്. അപ്പൊ കൃത്ത് എന്നുള്ള വാക്കിനെ നമ്മൾ പറഞ്ഞു, കൃത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആള് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ധർമ്മകൃത്ത് ആകുമ്പോൾ ധർമ്മത്തെ ചെയ്യുന്നയാളായി. ധർമ്മത്തെ ചെയ്യുന്നയാള്. ധർമ്മങ്ങള് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് ഈ ധർമ്മത്തെ രക്ഷിക്കുക, ധർമ്മത്തെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ധർമ്മത്തെ ചെയ്യുന്നവൻ. ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങളൊക്കെ ധർമ്മങ്ങളാണ്. ഇപ്പോ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെയാണ് ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ധർമ്മങ്ങൾ, ആ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ അതിനെ രക്ഷിക്കുന്നവൻ, അതിനെ ചെയ്യുന്നവൻ ആണ് ധർമ്മകൃത്ത്. ധർമ്മകൃതേ എന്ന് വരും. ധർമ്മകൃതേ നമ. അത് ധർമ്മകൃത്ത് എന്ന് പറയുമ്പോൾ ധർമ്മത്തെ ചെയ്യുന്നവനാണ്, അതുപോലെ ധർമ്മത്തെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനും ആണ്. ഭക്തന്മാരെയൊക്കെ ധർമ്മത്തെ പിന്തുടരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, ധർമ്മത്തെ അനുഷ്ഠിക്കുന്നയാള്, ഇതൊക്കെയാണ് ധർമ്മകൃത്ത്. പിന്നെ ധർമ്മി എന്ന് പറയും. ധർമ്മിണേ എന്ന് ആണ് രൂപം വരിക എന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മി എന്ന് പറയുന്നത് ധർമ്മം ചെയ്യുന്നയാള് തന്നെയാണ്. പക്ഷെ ധർമ്മം ചെയ്യല്ല, ധർമ്മത്തെ
പ്രധാനമായിട്ട് അതൊരു ഉപകരണമാക്കി മാറ്റിയാണ് ധർമ്മം കൊണ്ട് കളിക്കുന്നയാൾ എന്നർത്ഥം. അതാണ് ധർമ്മി. ധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ധർമ്മി. ധർമ്മിണേ നമ. അടുത്തത് സത്ത്. സത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം നല്ലത് എന്നുള്ള അർത്ഥത്തിൽ ആണ്. ഒരർത്ഥത്തിൽ പല പല അർത്ഥങ്ങളുണ്ട്. സത്ത്, സത്ത് ആയിട്ടുള്ളത്, ഉള്ളത് എന്നൊരർത്ഥമുണ്ട്. നിൽക്കുന്നത്, നിലനിൽക്കുന്നത്. സത്ത് എന്നുള്ളതിന് ഉണ്ട്, ഉള്ളത് എന്നർത്ഥം. അതുപോലെ വേറൊന്ന് സ്തുതിക്കപ്പെടുന്ന എന്നൊരർത്ഥമുണ്ട്. സ്തുതിക്കപ്പെടുക, അങ്ങനെ ഒരർത്ഥമുണ്ട്. നല്ല കാര്യങ്ങള്, നല്ലതും ഗുണകരവുമായിട്ടുള്ള പ്രവൃത്തികൾ, ആ പ്രവൃത്തികളൊക്കെ അതൊക്കെ ഒരു സ്വരൂപം എടുത്തു വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ ആ ആളാണ് സത്ത്. ഇനി അസത്ത് എന്നുണ്ട്. സത്ത് എന്നതിന്റെ അത് തന്നെയാണ് അസത്ത്. അത് പിന്നെ എന്നാൽ ഇതിന്റെ നേരെ വിപരീത അർത്ഥമാണോ എന്ന് തോന്നും. സത്ത്, അസത്ത്. അസത്ത് എന്ന് പറയുമ്പോ അങ്ങനെ പൂർണ്ണമായിട്ടും ചീത്ത എന്നുള്ളൊരു അർത്ഥത്തിലല്ല. ഉണ്ട് എന്ന് തോന്നുന്നതാണ് ഇപ്പൊ സത്ത് അല്ലെങ്കിൽ നല്ലത് എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. അസത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭഗവാനെ കുറിച്ച് അങ്ങനെയാണല്ലോ. ഉണ്ടോ, മായയായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ഇതൊക്കെ നമുക്ക് ഒരു മായ കൊണ്ട് ഉണ്ടായതാണ് പലതും. അതുകൊണ്ട് തന്നെ അസത്ത് എന്നുള്ള വാക്ക് തന്നെ ശരിക്കും ഇപ്പോഴും നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നാൽ മുമ്പ് ഉണ്ട്, ഇനിയും ഉണ്ട്. ഇപ്പം ചിലപ്പോൾ നമുക്ക് ഇല്ല എന്ന് തോന്നും, പക്ഷെ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, ഇനിയും ഉണ്ടാവും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് കാണുന്നില്ല. അപ്പൊ ഈശ്വരൻ ആയിക്കോട്ടെ, ഒരു ഭക്തനല്ലാത്ത ഒരാൾക്ക് ഈശ്വരൻ എങ്ങനെയാണ്? ഈശ്വരൻ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയും, തോന്നും. ഇനിയും ഈശ്വരൻ ഉണ്ടാവും എന്ന് പറയും. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ഈശ്വരൻ ചിലപ്പോൾ ഭക്തന്മാരല്ലാത്തവർക്കൊക്കെ ഒക്കെ അങ്ങനെയാണ് വരിക. അപ്പോൾ അത് അസത്ത് എന്നുള്ള രൂപം വരും. അസത്ത്. ക്ഷരം എന്നുള്ള വാക്കിന് ക്ഷരം, നാശം എന്നൊക്കെ അർത്ഥം. നാശമുള്ളവൻ. അക്ഷരം എന്ന് പറഞ്ഞാല്, ക്ഷരം എന്ന് പറഞ്ഞാൽ നാശം, നശിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം. അതും ഭഗവാൻ തന്നെയാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതമായിട്ട് നശിക്കാത്തത്, കുറയുകയില്ല, കൂടുകയില്ല, അങ്ങനെയൊക്കെയുള്ള. ഇപ്പോൾ പിന്നെ ഈ നല്ലതിനെ ഉപേക്ഷിക്കാത്ത ആ അർത്ഥത്തിലും അക്ഷരം എന്നുള്ള വാക്കിനെ പറയാം. അപ്പൊ അത് സത്ത് എന്നുള്ളത് സതേ എന്നാണ് രൂപം വരിക. സതേ നമ. അസത്ത് എന്നുള്ളത് അസതേ നമ. ഈ ക്ഷരം എന്നുള്ളത് ക്ഷരായ നമ. അക്ഷരം എന്നുള്ളത് അക്ഷരായ നമ. സദസക്ഷരമക്ഷരം. പിന്നെ അവിജ്ഞാത. അവിജ്ഞാത അത് ജ്ഞാത, ഋകാരാന്തം. ജ്ഞാതൃ ശബ്ദമാണ്, അവിജ്ഞാതൃ ശബ്ദമാണ്. അപ്പൊ അത് പിത്രേ എന്നൊക്കെ വരുന്ന പോലെ അവിജ്ഞാത്രേ എന്നാണ് ചതുർത്ഥി വരിക. അവിജ്ഞാത്രേ നമ. മറ്റേത് പറഞ്ഞു സതേ നമ, അസതേ നമ, ക്ഷരായ നമ, അക്ഷരായ നമ. പിന്നെ അക്ഷരം അവിജ്ഞാത. അവിജ്ഞാത എന്നുള്ളത് അവിജ്ഞാത്രേ നമ എന്ന് വരും. അവിജ്ഞാത എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അവിജ്ഞാത, ജ്ഞാത, ജ്ഞാത, ജ്ഞാതി. ജ്ഞാതൃ ശബ്ദത്തിന് അറിയുന്നവൻ എന്നർത്ഥം. വിജ്ഞാതൃ ശബ്ദമായാലും വിശേഷമായിട്ടുള്ള അറിവ്. അവിജ്ഞാതൃ ശബ്ദം അതിൻ്റെ തന്നെ രൂപം തന്നെയാണ്. അറിയുന്നവൻ എന്നുള്ള അർത്ഥം തന്നെയാണ് ശരിക്കും അവിജ്ഞാതാവ് എന്നാണ്. അല്ലെങ്കിൽ ഈ സാധാരണക്കാർക്കൊക്കെ അറിയുന്നതിൻ്റെ അതീതമായിട്ടുള്ള ആള് എന്നുള്ള, സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് അറിയുന്നതിൻ്റെ അപ്പുറത്താണ്. അങ്ങനെയുള്ള ആള് അവിജ്ഞാത. അവിജ്ഞാത്രേ നമ. പിന്നെ സഹസ്രാംശു ആണ് അടുത്തത്. അവിജ്ഞാത അല്ലെ, സഹസ്രാംശു. സഹസ്ര അംശു, അതാണ് സഹസ്രാംശു. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000. അംശു എന്ന് പറഞ്ഞാൽ രശ്മി, കിരണം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ സഹസ്രാംശു എന്ന് പറഞ്ഞാൽ 1000 കിരണങ്ങളുള്ള ആള്. 1000 എന്ന് പറഞ്ഞാൽ കൃത്യമായ കണക്കല്ല, 1000 കിരണങ്ങൾ, രശ്മികൾ ഉള്ള ആളാണ് സഹസ്രാംശു. അംശു എന്നുള്ളത് ഉകാരാന്താണ്. അപ്പൊ അത്
അംശവേ എന്നാണ്. അംശു ഉകാരാന്തായിട്ടുള്ള രൂപമാണ്. കാരു കാരവേ, ഗുരു ഗുരവേ എന്നൊക്കെ വരുന്നത് പോലെ സഹസ്രാംശു എന്നുള്ളത് സഹസ്രാംശവേ എന്ന് വരും ചതുർത്ഥി. സഹസ്രാംശവേ നമ. അവിജ്ഞാത സഹസ്രാംശു. പിന്നെ വിധാത, വിധാത എന്നുള്ളതിന് വിധാതാവ്, ധാതും ധാതൃശബ്ദമാണ്, വിധാതൃശബ്ദം. മറ്റത് അവിജ്ഞാത എന്നുള്ളത് ജ്ഞാതൃശബ്ദമാണ്, ഇത് ധാതൃശബ്ദമാണ്. അപ്പൊ വിധാതാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രഹ്മാവ് എന്നുള്ളൊരർത്ഥത്തില് വിധാതാവ് എന്ന് പറയാറുണ്ട്, ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മത്തിനെ മുഴുവൻ വിശേഷമായിട്ട് ഉണ്ടാക്കിയ ആള്, ബ്രഹ്മത്തിന്റെ സ്രഷ്ടാവാണ് ബ്രഹ്മാവ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സ്രഷ്ടാവായിട്ടുള്ള ആള്, പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയ ആള് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അപ്പൊ വിധാതൃ ശബ്ദം, വിധാത്രേ എന്ന് രൂപം കിട്ടും. വിധാത കൃതലക്ഷണ, കൃതലക്ഷണ അതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. ലക്ഷണ, ലക്ഷണായ എന്ന് വരും. കൃതലക്ഷണായ നമ. അപ്പൊ ഈ കൃതലക്ഷണ എന്ന് പറഞ്ഞാല് കൃതമായിട്ടുള്ള ലക്ഷണത്തോടു കൂടിയവൻ, അതായത് ലക്ഷണത്തെ കൃതമായിട്ട് ചെയ്തയാള്. ലക്ഷണം എന്ന് പറഞ്ഞാല് ഓരോരുത്തർക്കും ഇന്ന രീതിയിൽ വേണം, ഇന്നയാൾ ഇന്നേ തരത്തിലുള്ളതാണ്. ഒരു ഭക്തനാണ്, ആ ഭക്തന് എന്ന് പറഞ്ഞാൽ ആരാണ്, എങ്ങനെയുള്ള ആളാണ് ഭക്തനായിട്ട് വരിക, അങ്ങനെ കൃത്യമായിട്ട് ആ ഓരോ ലക്ഷണങ്ങളെയൊക്കെ ഇന്നതാണ് ഇന്നയാളുടെ ലക്ഷണം എന്ന് നിശ്ചയിച്ച ആള്, ഗുണങ്ങളൊക്കെ നിശ്ചയിച്ച ആള്. ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് ഉള്ള ഗുണങ്ങള് അതൊക്കെ നിശ്ചയിച്ച ആള്. അതായത് അവനവന് വേണ്ടിയിട്ട് അടയാളങ്ങള്, ഇപ്പോ പേരുകളായിക്കോട്ടെ. ഇപ്പോ പിന്നെ കുറെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഓരോ പേരുകൾ കൊടുക്കുമല്ലോ. രാമൻ, കൃഷ്ണൻ, പിന്നെ ബലരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് പല പേരുകൾ കൊടുക്കുന്നുണ്ട്. ആ പേരുകൾ കൊടുക്കുന്നൊക്കെ ഓരോ അടയാളമാണ്. അതേപോലെ ചിലർക്ക് കൊമ്പ് കൊടുക്കും, ചിലർക്ക് ഒരു കൊമ്പ്, ചിലർക്ക് രണ്ട് കൊമ്പ്, ചിലർക്ക് 4 കാല്, ചിലർക്ക് 2 കാല്, അങ്ങനെയൊക്കെയുള്ള പല പല ലക്ഷണങ്ങൾ. അതേപോലെയുള്ള അടയാളങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള, അതിന് പാകത്തിനുള്ള ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള അടയാളങ്ങളൊക്കെ സൃഷ്ടിച്ചയാൾ, അതാണ് കൃതലക്ഷണ. ബാഹ്യമായിട്ടുള്ള അടയാളങ്ങൾ, ആന്തരികമായിട്ടുള്ള അടയാളങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കിയാണ്. എന്നിട്ട് ഓരോ ജീവജാലങ്ങളെയും വേർതിരിച്ചയാണ്, അതാണ് കൃതലക്ഷണ. കൃതലക്ഷണായ എന്ന് വരും. കൃതലക്ഷണായ നമ. അപ്പോൾ അത് ധർമ്മഗുപേ നമ, ധർമ്മകൃതേ നമ, ധർമ്മിണേ നമ, സത്തേ നമ, അസതേ നമ, സദക്ഷരായ നമ, അക്ഷരായ നമ, വിജ്ഞാത അവിജ്ഞാത്രേ നമ, സഹസ്രാംശവേ നമ, വിധാത്രേ നമ, കൃതലക്ഷണായ നമ. ധർമ്മഗുപ്ധർമ്മകൃദ്ധർമ്മീ സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർ വിധാതാ കൃതലക്ഷണ. എന്നോട് ചൊല്ലാം. ധർമ്മഗുപ്ധർമ്മകൃദ്ധർമ്മീ സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർ വിധാതാ കൃതലക്ഷണ. അപ്പൊ ഇന്ന് നമ്മൾ 2 ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ആ 2 ശ്ലോകങ്ങളും ഞാനൊന്ന് ഒരുമിച്ചല്ല. സ്വാപനസ്വവശോ വ്യാപീ നൈകാത്മാ നൈകകർമ്മകൃത് വത്സരോ വത്സലോ വത്സീ രത്നഗർഭോധനേശ്വര ധർമ്മഗുപ്ധർമ്മകൃദ്ധർമ്മീ സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർ വിധാതാ കൃതലക്ഷണ. അപ്പൊ നമുക്കിന്ന് ഈ 2 ശ്ലോകങ്ങൾ അത്രയും മതി.